ഇന്നിപ്പോൾ 3 ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. കൊയാഗുലേഷൻ, എറിത്രോപോയിസിസ് ആൻഡ് അനീമിയ. സോ ഫസ്റ്റ് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് നമ്മൾ പറയുന്നത് മെക്കാനിസം ഓഫ് കൊയാഗുലേഷൻ ആൻഡ് ഫൈബ്രിനോലൈസിസ് ആണ്. അപ്പോൾ ഫസ്റ്റ് മെക്കാനിസം ഓഫ് കൊയാഗുലേഷൻ ആസ് വി നോ 3 സ്റ്റേജാണുള്ളത്. ഒന്ന് ആക്ടിവേഷൻ ഓഫ് സ്റ്റോർഡ് പവർ ഫാക്ടർ, ദാറ്റ് ഈസ് എന്താണ് നമ്മുടെ ഫാക്ടർ 10. രണ്ടാമത്തത് ആക്ടിവേഷൻ ഓഫ് thrombin, that is prothrombin to thrombin conversion and conversion of fibrinogen to fibrin. അതിനകത്ത് ആദ്യത്തേതാണ് ആക്ടിവേഷൻ ഓഫ് എ സ്റ്റോർഡ് പവർ ഫാക്ടർ 10. അപ്പോൾ ഈ ഫാക്ടർ 10ൻ്റെ ആക്ടിവേഷൻ കഴിഞ്ഞിട്ട് 10 ആണ് പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ. ഇപ്പോൾ ഇതിന് 2 പാത്വേ ആണുള്ളത്, ഇൻട്രിൻസിക് പാത്വേ ആൻഡ് എക്സ്ട്രിൻസിക് പാത്വേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻട്രിൻസിക് പാത്വേ ആണ് നോക്കുന്നത്. ഇൻട്രിൻസിക് പാത്വേയിൽ 4 സ്റ്റെപ്പ് ആണുള്ളത് ആൻഡ് എക്സ്ട്രിൻസിക് പാത്വേയിൽ നമ്മൾ 5 സ്റ്റെപ്പാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് പാത്വേയിൽ 4 സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ, നമ്മളിങ്ങനെയാണ് പറയുന്നത് 12, 11, 9, 10. അപ്പോൾ ഫസ്റ്റ് ആക്ടിവേഷൻ ഓഫ് ഫാക്ടർ 12 ആണ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ കോണ്ടാക്ട് ഓഫ് ഹെജ്മാൻ ഫാക്ടർ, ദാറ്റ് ഈസ് ഹെജ്മാൻ ഫാക്ടർ എന്ന് പറയുന്നത് ഫാക്ടർ 12ൻ്റെ പേരാണ്. ഫാക്ടർ 12 വിത്ത് എ നെഗറ്റീവ്ലി ചാർജ്ഡ് സർഫസ് ഓർ എക്സ്പോസ്ഡ് കൊളാജൻ ഓർ ഇഞ്ചുവേർഡ് വെസൽ. സോ ദ കോ ഫാക്ടേഴ്സ് ആർ HMW, കിനിനോജൻ ആൻഡ് കെല്ലിക്രിൻ. ഓരോ സ്റ്റെപ്പിനും ഓരോ കോ ഫാക്ടേഴ്സ് ഉണ്ട്, ദാറ്റ് യു ഷുഡ് മെൻഷൻ. ആൻഡ് ഇവിടെ ഉള്ളതാണ് ഹൈ മോളിക്കുലാർ വെയിറ്റ് കിനിനോജൻ ആൻഡ് കെല്ലിക്രിൻ. സോ ഇപ്പോൾ നമുക്ക് ഫാക്ടർ 12 ആക്ടിവേറ്റ് ആയി. ഇനി ഫാക്ടർ 11 ആണ്. ദിസ് ആക്ടിവേറ്റഡ് 12 വിൽ കൺവേർട്ട് ഫാക്ടർ 11 into activated 11 and the cofactor here is HMW kininogen. And step 3, activation of a factor 9. The activated factor 11 will convert inactive factor 9 into factor 9A. ഇവിടെയുള്ള കോഫാക്ടറാണ് കാൽഷ്യം. ആൻഡ് സ്റ്റെപ്പ് 4 ഈസ് ആക്ടിവേഷൻ ഓഫ് 10. ആക്ടിവേറ്റഡ് ആയിട്ടുള്ള 9 വിൽ കൺവേർട്ട് ഇനാക്റ്റീവ് 10 to 10A. ഇവിടെ 3 കോഫാക്ടേഴ്സാണുള്ളത്, മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ്, കാൽഷ്യം ആൻഡ് ആക്ടിവേറ്റഡ് ഫാക്ടർ 8. അപ്പോൾ ഇവിടെ ഓരോന്നിനും കോഫാക്ടേഴ്സ് ശ്രദ്ധിക്കുക. ഹൈ മോളിക്കുലാർ വെയിറ്റ് കിനിനോജൻ, കല്ലിക്രിൻ, ആൻഡ് ഇനി അടുത്തത് വീണ്ടും കിനിനോജൻ, മൂന്നാമത്തതിൽ കാൽഷ്യം, നാലാമത്തതിൽ 3 എണ്ണമാണുള്ളത്, മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ്, കാൽഷ്യം, ആക്ടിവേറ്റഡ് ഫാക്ടർ 8. ദെൻ ഫാക്ടർ 8നെ പറ്റി 2 സെൻറ്റൻസ് നമുക്ക് പറയാം. ഫാക്ടർ 8 നോർമലി സർക്കുലേറ്റ്സ് ആസ് എ കോംപ്ലക്സ് വിത്ത് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ആൻഡ് ഇറ്റ് ഈസ് സെഡ് ടു ബി ആക്റ്റീവ് വെൻ ഇറ്റ് ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ദ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ. Okay, and it is facilitated by already activated factor 10 and thrombin. ഇത്രയും പറയാം. ദെൻ എക്സ്ട്രിൻസിക് പാത്വേ, അത് 3 സ്റ്റെപ്പായിട്ടാണുള്ളത്. ഒന്നാമത്തത് റിലീസ് ഓഫ് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ ഫ്രം ദി ഇഞ്ചേർഡ് വെസൽ വാൾ, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റിലീസായിട്ടുള്ള ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ ഫാക്ടർ 7നെ ആക്ടിവേറ്റ് ചെയ്തിട്ട് 7A ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് എക്സ്ട്രിൻസിക് പാത്വേയിലെ കീ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഓൾസോ ആക്ടിവേറ്റ്സ്, ഇപ്പം ഫാക്ടർ 7 ആക്ടിവേറ്റ്, ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ റിലീസാവുന്നു, ഫാക്ടർ 7ൻ്റെ ആക്ടിവേഷൻ നടക്കുന്നു. ഈ 7 എന്താ ചെയ്യുന്നത്, ഫാക്ടർ 10ൻ്റെ ആക്ടിവേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി കോഫാക്ടേഴ്സ് കാൽഷ്യം, പ്ലേറ്റ്ലെറ്റ്, ഫോസ്ഫോലിപ്പിഡ്, ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ. ഇവിടെ ആദ്യത്തെ ഇൻട്രിൻസിക് പാത്വേയിൽ ഉണ്ടായിരുന്ന ഫാക്ടർ 10ൻ്റെ ആക്ടിവേഷനിൽ ഉണ്ടായിരുന്ന കോഫാക്ടേഴ്സ് മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡും കാൽഷ്യവും ആക്ടിവേറ്റഡ് ഫാക്ടർ 8 ആയിരുന്നു. ഇവിടെ പ്ലേറ്റ്ലെറ്റ്, ഫോസ്ഫോലിപ്പിഡും കാൽഷ്യവും ആൻഡ് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിനും ആണ്. അത് കഴിഞ്ഞു. അങ്ങനെ 3 ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫാക്ടർ 10ൻ്റെ ആക്ടിവേഷൻ കഴിഞ്ഞു. ഇനി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രിൻസിക്കിൻ്റെ സ്റ്റെപ്പ് 2 ഉണ്ടായിരുന്ന ഫാക്ടർ 7 പറഞ്ഞു ആക്ടിവേറ്റ്സ് ഫാക്ടർ 10.
It also activates factor 9 in the intrinsic pathway. അങ്ങനെ പറയുമ്പോൾ factor 7 influences both the intrinsic and extrinsic pathway. അങ്ങനെ നമ്മൾ factor 10 activate ചെയ്തു. ഈ factor 10 helps in the conversion of prothrombin to thrombin in the presence of platelet, calcium and activated factor 5. Okay, cofactors ശ്രദ്ധിക്കുക. So ഇവിടെ നമ്മൾ ഈ factor 5 accelerates the process of conversion of prothrombin to thrombin. So it is called proaccelerin or accelerator globulin. ഈ പ്രോത്രോംബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാക്ടർ 2. ഇറ്റ് ഈസ് എ വിറ്റാമിൻ കെ ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഇൻ ലാർജ് എമൗണ്ട്സ് ആസ് ബോത്ത് എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മെക്കാനിസംസ് ഇൻഫ്ലുവൻസസ് ഇറ്റ്സ് ഫോർമേഷൻ. ഈ ത്രോംബിൻ്റെ ഫോർമേഷൻ ഒരു 6 എണ്ണം ഉണ്ട്. നമുക്ക് പറ്റുന്ന ഒരു 5 എണ്ണം മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓർ മിനിമം 4 എണ്ണമെങ്കിലും 4 എണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തത് ആസ് വി നോ കൺവേർഷൻ ഓഫ് എ ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ മോണോമസ്. അടുത്തതാണ് activates formation of a prothrombin activated by stimulating activation of factors 8, 5 and 13. ഇത് ഒരു ക്ലൂ വെച്ച് നമുക്ക് പഠിച്ചു വയ്ക്കാം. 8 + 5 13. അപ്പോൾ അത് 3ഉമാണ്. 8ഉം 5ഉം 13ൻ്റെ ആക്ടിവേഷൻ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഫോർമേഷൻ റിസൾട്ട് ചെയ്യുന്നു. മൂന്നാമത്തതാണ് പൊട്ടൻ്റ് ആക്ടിവേറ്റർ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്. And fourth one activates procarboxypeptidase B and thus inhibiting fibrinolysis. അഞ്ചാമത്തത് has anti-clotting activity and ആറാമത്തത് helps in the repair of the blood vessel. ഇത് നിങ്ങൾക്ക് എളുപ്പമുള്ള എത്ര എണ്ണമെന്ന് വെച്ചാൽ അത് ഇത്രയും പഠിക്കുക. So fibrinogen to fibrin monomers activates the formation of prothrombin activator by stimulating activation of factors 8, 5 and 13. Then potent activator of platelets activates the procarboxypeptidase B and thus inhibit fibrinolysis. It is the process of clot breaking. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. And also has anti-clotting activity, helps in the repair of vessel wall. And last formation of fibrin ആണ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് ഫൈബ്രിനും ഫ്രം ഫൈബ്രിനോജൻ അതിന് 3 സ്റ്റെപ്പാണുള്ളത്. PPS എന്ന് ഓർത്ത് വയ്ക്കുക. PPS പ്രോട്ടിയോലൈസിസ്, പോളിമറൈസേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ. പ്രോട്ടിയോലൈസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഫൈബ്രിനോജൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫൈബ്രിനോജൻ്റെ പ്രോട്ടിയോലൈസിസ്, അങ്ങനെ അവർ ഫൈബ്രിൻ മോണോമേഴ്സ് ഉണ്ടാക്കുന്നു. ഈ മോണോമേഴ്സ് എല്ലാം കൂടെ ചേർന്ന് പോളിമറൈസ് ചെയ്യുന്നു. അങ്ങനെ പോളിമറൈസ് ചെയ്തതിൻ്റെ സ്റ്റെബിലൈസേഷൻ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 നമ്മൾ ആദ്യത്തെ പ്രോട്ടിയോലൈസിസ് ഉദ്ദേശിച്ച് നോക്കുമ്പോൾ അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫൈബ്രിനോജന് 3 ഡൊമെയിൻ ഉണ്ട്. 2 പെരിഫറൽ ഡൊമെയിനും 1 സെൻട്രൽ ഡൊമെയിനും. അപ്പോൾ നമ്മൾ സ്റ്റേജ് 2 വരെ എന്താണ് ചെയ്തത്? ആക്ടിവേഷൻ ഓഫ് ത്രോംബിൻ. ഈ ആക്ടിവേറ്റഡ് ഉള്ള ത്രോംബിൻ ബൈൻഡ്സ് വിത്ത് ദി സെൻട്രൽ ഡൊമെയിൻ and this proteolytically releases 2 fibrinopeptides A and B. 2 ഫൈബ്രിനോപെപ്റ്റൈഡ്സിനെ റിലീസ് ചെയ്യും. എവിടെ നിന്ന്? ഫൈബ്രിനോജനിൻ്റെ എവിടെ നിന്നാണ്? ഫ്രം ദ അമിനോ ടെർമിനൽസ് ഓഫ് A alpha and B beta chains. അങ്ങനെ ഒരു ഫൈബ്രിൻ മോണോമേഴ്സിൻ്റെ ഫോർമേഷന് കാരണമാകുന്നു. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? There are 3 domains in the fibrinogen, 2 peripheral domains and 1 central domain, and the thrombin binds with the central domain, resulting in proteolytically releases 2 fibrinopeptides A and B from the amino terminals of A alpha and B beta chains and thus releasing the fibrin monomers. So അപ്പോൾ എന്ത് കഴിഞ്ഞു? പ്രോട്ടിയോലൈസിസ് കഴിഞ്ഞു. ഇനി പോളിമറൈസേഷൻ ആണ്. പോളിമറൈസേഷൻ നമ്മൾ പറഞ്ഞു ഈ റിലീസ് ചെയ്തിരിക്കുന്ന ഫൈബ്രിൻ മോണോമേഴ്സിനെ പോളിമറൈസ് ചെയ്യുന്നു. ഫൈബ്രിൻ മോണോമേഴ്സ് polymerize to form protofibrils, and thus like these 15 to 20 protofibrils aggregate to thick fibers of fibrin. Okay,
അതാണ് പോളിമറൈസേഷൻ. ഇനി ഈ പോളിമറൈസേഷനെ സഹായിക്കുന്ന ഫാക്ടർ ഏതാണ്? ത്രോംബിൻ. Thrombin initiates the process of polymerization and it simultaneously activates the factor 13. അപ്പോൾ ഈ ത്രോംബിൻ എന്താണ് ചെയ്യുന്നത്? പോളിമറൈസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ്? ഫാക്ടർ 13A. സോ ദാറ്റ് ഈസ് അബൌട്ട് പോളിമറൈസേഷൻ. ആൻഡ് ലാസ്റ്റ് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ, PPSൻ്റെ S. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ത്രോംബിൻ പോളിമറൈസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അതുപോലെ ഫാക്ടർ 13ൻ്റെ ആക്ടിവേഷനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം സൈമിൾട്ടേനിയസ്ലി ആക്ടിവേറ്റ്സ് ഫാക്ടർ 13. ദിസ് 13 കംപ്ലീറ്റ്സ് ദ പ്രോസസ് ഓഫ് പോളിമറൈസേഷൻ ആൻഡ് ഇറ്റ് ഇനിഷ്യേറ്റ്സ് ദി പ്രോസസ് ഓഫ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടറാണ് ഈ ഫാക്ടർ 13 ആൻഡ് ഇറ്റ് സ്റ്റെബിലൈസസ് ബൈ ക്രോസ് ലിങ്കിങ്. സോ ത്രോംബിൻ കൺവേർട്സ് inactive factor 13 to 13A with the help of the cofactor calcium. And covalent cross-linking of the fibrin polymers provide adequate strength into the fibrin thread and into the fibrin meshwork. അപ്പോൾ ഈ സ്റ്റെബിലൈസ്ഡ് ഫൈബ്രിൻ മെഷ്വർക്കിനെയാണ് നമ്മൾ ക്ലോട്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദി റെഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഗെറ്റ്സ് ട്രാപ്ഡ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കൊയാഗുലേഷനെ പറ്റി പറയുന്നത്. സോ 3 സ്റ്റേജ് ജസ്റ്റ് ഒന്ന് പറയുക. അതിനകത്ത് ഓരോന്നിൻ്റെയും ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ആൻഡ് കോ ഫാക്ടേഴ്സ് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ഫസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് വരച്ചിട്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് വൈസ് എഴുതാനാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് അതിൽ നിന്നും ഫ്ലോ ചാർട്ട് എഴുതാനാണെങ്കിൽ അത് ചെയ്യുക. മസ്റ്റായിട്ട് ഒരു ഫ്ലോ ചാർട്ടും കൂടെ വരച്ചിരിക്കുക. ഓക്കെ, കോ ഫാക്ടേഴ്സ് തിരിഞ്ഞു പോകരുത്. ആൻഡ് ദെൻ ഫൈബ്രിനോലൈസിസ്. ഫൈബ്രിനോലൈസിസ് എന്ന് പറഞ്ഞാൽ ക്ലോട്ട് ബ്രേക്കിംഗ് പ്രോസസ്സാണ്. അത് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തത് ആക്ടിവേഷൻ ഓഫ് പ്രോട്ടീൻ C, ദെൻ ആക്ടിവേഷൻ ഓഫ് പ്ലാസ്മിൻ ആൻഡ് ഫൈബ്രിനോലൈസിസ്. ആക്ടിവേഷൻ ഓഫ് protein C. The thrombin activates the protein C. Okay, and thrombomodulin, it is a hormone secreted from the endothelial cells of the blood vessels. They can also activate protein C. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത് എന്താണ്? ആക്ടിവേഷൻ ഓഫ് പ്ലാസ്മിൻ ആണ്. പ്രോട്ടീൻ C inactivates the inhibitors of plasmin activator. പ്ലാസ്മിൻ ആക്ടിവേറ്റേഴ്സിൻ്റെ ഇൻഹിബിറ്റേഴ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു, വിച്ച് ഇൻ ടേൺ ആക്ടിവേറ്റ്സ് ദ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റേഴ്സ്. ഓക്കെ, അങ്ങനെ എന്താ പ്ലാസ്മിൻ ഫോർമേഷൻ അവിടെ നടക്കുന്നു. അതാണ് സ്റ്റേജ് 2. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മിൻ ഫോർമേഷനാണ്. സോ പ്രോട്ടീൻ സിയും പിന്നെ അവരുടെ വേറൊരു സാധനം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ സിയും പ്രോട്ടീൻ എസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ദേ ആക്ടിവേറ്റഡ് ഫാക്ടർ 5 ആൻഡ് 8. ഓക്കെ, അപ്പോൾ അവിടെ ക്ലോട്ടിങ് ഓർ കൊയാഗുലേഷൻ അവിടെ പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രോട്ടീൻ C ആക്ടിവേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് പ്ലാസ്മിനും ആക്ടിവേറ്റ് ചെയ്തു. ആൻഡ് ദ സ്റ്റെപ്പ് 3 ഈസ് ദി പ്ലാസ്മിൻ കോസസ് ഫൈബ്രിനോലൈസിസ്. Plasmin crosses fibrinolysis. This process is facilitated by the cofactors like thrombin, tissue type plasminogen activated and urokinase type plasminogen activators. Fibrin is degraded by plasmin to fibrin degradation products. ഓക്കെ, ഇത് ഇത്രയാണുള്ളത്. അപ്പോൾ ഫ്ലോ ചാർട്ട് നോക്കുക. പിന്നെ ഇതിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഹീമോഫീലിയ, മെയിൻലി ഹീമോഫീലിയ A. അപ്പോൾ അതിൻ്റെ സബ് ടൈപ്സ്, അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കണം. അതുപോലെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, അതായത് ക്ലോട്ടിംഗ് ഫാക്ടറിന് എന്ത് പറ്റുന്നു, ക്ലോട്ടിംഗ് ടൈമിന് എന്ത് പറ്റുന്നു, ബ്ലീഡിങ് ടൈമിന് എന്ത് പറ്റുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് അതൊക്കെയാണ് നോക്കേണ്ടത്. ആൻഡ് ഇനി നമുക്ക് അനീമിയ നോക്കാം. സോ അനീമിയ
As you know, anemia is defined as a reduction in red blood cells or hemoglobin content of the blood. So it is diagnosed by estimating the hemoglobin content of the blood and clinically dictated by assessing the degree of the paleness by looking on the lower palpebral conjunctiva or the nail buds. And morphological type detection എങ്ങനെയാണ് depends on the red cell indices. Causes നമുക്ക് 6 എണ്ണം പറയാം. Inadequate supply of nutrients ഇൻടേക്കിൻ്റെ പ്രശ്നം വരുമ്പോൾ അപ്ലാസിയ ഓഫ് ബോൺ മാരോ പ്രൊഡക്ഷൻ റെഡ് സെൽ പ്രൊഡക്ഷൻ എവിടെയാണ് നടക്കുന്നത്? ബോൺ മാരോ. അപ്പോൾ ബോൺ മാരോയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് ബോൺ മാരോ റെഡ് സെൽ പ്രൊഡക്ഷൻ കുറയും. ദെൻ ക്രോണിക് ഡിസീസസ്, ഇൻഹെറിറ്റഡ് ഡിസീസസ്, ബ്ലഡ് ലോസ്, റീനൽ ഫെയിലിയർ വരുമ്പോഴത്തേക്കും എറിത്രോപോയറ്റിൻ റിലീസ് കുറഞ്ഞിട്ട് റെഡ് സെൽ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ 6 എണ്ണമാണുള്ളത്. ഇൻഅഡിക്വേറ്റ് സപ്ലൈ ഓഫ് ന്യൂട്രിയൻസ്, അപ്ലാസിയ ഓഫ് ബോൺ മാരോ, അനീമിയ ഡ്യൂ ടു ക്രോണിക് ഡിസീസസ്, അനീമിയ ഡ്യൂ ടു ഇൻഹെറിറ്റഡ് ഡിസീസസ്, അനീമിയ ഡ്യൂ ടു ബ്ലഡ് ലോസ് ആൻഡ് അനീമിയ ഡ്യൂ ടു റീനൽ ഫെയിലിയർ. ഇതിൻ്റെ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ 3 ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ, നോർമോസൈറ്റിക് അനീമിയ ആൻഡ് മാക്രോസൈറ്റിക് അനീമിയ. ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കളറും കുറയുന്നു, സൈസും കുറയുന്നു. സോ ദർ ഈസ് ഡിക്രീസ് ഇൻ ദ സെൽ സൈസ് ആൻഡ് ഡിക്രീസ് ഇൻ കളർ എന്ന് പറയുമ്പോൾ എന്താ? ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കുറയുന്നു. സോ ദർ വിൽ ബി ഡിഫക്റ്റ് ഇൻ എയ്തർ റെഡ് സെൽ ഫോർമേഷൻ ഓർ ഹീമോഗ്ലോബിൻ സിന്തസിസ് ഈസ് ഇമ്പയർഡ്. അപ്പോൾ ഇവിടെ കളറും കുറയുന്നു, സൈസും കുറയുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാം MCV, MCHC, MCH ഇത് 3ഉം കുറയുന്നു. ബിലോ ദി ലോവർ ലിമിറ്റാണ്. ദെൻ ആൻഡ് മോസ്റ്റ്ലി സീൻ ഇൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആൻഡ് താലസീമിയ. ക്രോമാറ്റിക് നോർമോസൈറ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ റെഡ് സെല്ലിൻ്റെ സൈസും നോർമലാണ്, കളറും നോർമലാണ്. സോ MCV, MCHC, MCHും നോർമലാണ്. And it is usually seen in blood loss anemia, hemolytic anemia, aplastic anemia. Next is macrocytic anemia. Macrocytic anemia എന്ന് പറയുമ്പോൾ MCV is greater than the upper limit and usually it is normochromic and due to the deficiency of vitamin B12 or folic acid seen in megaloblastic anemia. So ഇപ്പോൾ ഉള്ളത് ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ. അതിൻ്റെ എക്സാമ്പിൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ, താലസീമിയ. നോർമോക്രോമിക് നോർമോസൈറ്റിക് ആകുമ്പോഴത്തേക്കും ബ്ലഡ് ലോസ് അനീമിയ, ഹീമോലൈറ്റിക് അനീമിയ, അപ്ലാസ്റ്റിക് അനീമിയ. മൈക്രോസൈറ്റിക് ആകുമ്പോൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. എറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ബ്ലഡ് ലോസ് അനീമിയ ഉണ്ട്, അപ്ലാസ്റ്റിക് അനീമിയ ഉണ്ട് ആൻഡ് ഹീമോലൈറ്റിക് അനീമിയ ഉണ്ട്. ബ്ലഡ് ലോസ് അനീമിയയിലുള്ളതാണ് അക്യൂട്ട് ഹെമറേജ്, ക്രോണിക് ഹെമറേജ്. Acute hemorrhage depends on the extent of blood loss. Activation of compensatory mechanism to expand the blood volume causes hemodilution and aids to decrease in hemoglobin content. Then chronic hemorrhage. അപ്പോൾ chronic hemorrhage എന്ന് പറയുമ്പോൾ gastrointestinal blood loss like peptic ulcer, hemorrhoids, carcinoma of stomach and colon, gastritis, ulcerative colitis, hookworm infestation. Then respiratory diseases വരുമ്പോൾ എപ്പിടാക്സിസ്, അതുപോലെ ഹീമോടാക്സിസ്, ബ്ലഡ് ഇൻ സ്പ്യൂട്ടം, ഇതൊക്കെ വരാം. ജനേറ്റോ യൂറിനറി ഡിസീസസിൽ diseases that cause hematuria and hemoglobinuria can cause anemia. Diseases of genital tract can cause loss of blood from genital tract and menstrual disorders, പിന്നെ യൂട്രൈൻ പാത്തോളജീസ് ഒക്കെ വരാം. ദെൻ അപ്ലാസ്റ്റിക് അനീമിയ ഉണ്ട്. അപ്ലാസ്റ്റിക് അനീമിയ ഈസ് ഡ്യൂ ടു the impaired red cell production. Bone marrow examination shows absence of hematopoietic precursor cells. Aplastic anemia is commonly produced by cytotoxic and cancer chemotherapeutic drugs and irradiation of bone marrow. Hemolytic anemia and increase in the rate of red cell destruction. And intracorpuscular എന്ന് പറയുമ്പോൾ within the blood vessel, hereditary spherocytosis, thalassemia ഒക്കെ വരാം. എക്സ്ട്രാ കോർപ്പസ്കുലാർ എന്ന് പറയുമ്പോഴത്തേക്കും ബിയോണ്ട് ദ ബ്ലഡ് വെസൽ, ഹീമോലൈറ്റിക് ഡിസീസസ് ഓഫ് ദി ന്യൂ ബോൺ, ഇൻകോമ്പാറ്റബിൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അനീമിയ, ബേൺസ് ഒക്കെ വരാം.
And next is common anemias. Common anemias നമ്മൾ പറയുന്നത് iron deficiency anemia, then thalassemia പറയുന്നുണ്ട്, hereditary spherocytosis, sickle cell anemia ഇത്രയും പറയുന്നുണ്ട്. സോ അതിനകത്ത് ആദ്യത്തേത് iron deficiency anemia, commonest ഫോമാണ്. Deficiency of iron in the diet is the main cause. Microcytic hypochromic anemia ആണ്. Micronormoblasts are seen in the bone marrow with a decreased marrow iron store. Etiopathogenesis, increased demand for iron, like that in pregnancy, lactation, growing children, and inadequate intake, then chronic blood loss. Next is hereditary spherocytosis. It is an autosomal dominant disorder which affects the male and female equally, and usual common features are hemolytic anemia, hemolysis. So anemia ഉണ്ടാകാം, jaundice, enlarged spleen, and also gallstones വരാം. And blood picture typically shows spherocytes, increased osmotic fragility, hyperbilirubinemia, and anemia is normochromic and normocytic. ഇവിടെ എന്താണ്, റെഡ് സെൽ മെംബ്രെയിൻ ഡിഫക്റ്റ് ആണ് വരുന്നത് ഡ്യൂ ടു ഡിക്രീസ്ഡ് ക്വാണ്ടിറ്റി ഓഫ് എ സ്പെക്ട്രം പ്രോട്ടീൻ. അപ്പോൾ സ്ഫീറോസൈറ്റിക് ഷേപ്പ് ഓഫ് ദ സെൽ ഉണ്ടാകാം. അങ്ങനെ the cell become more rigid, and as it passes through the splenic pulp they are destroyed. Sickle cell anemia. Sickle cell anemia it is also a hereditary disorder. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് അറിയാം, glutamic acid is replaced by valine at the 6th position of the beta chain. അപ്പോൾ HbS അങ്ങനെയുള്ള ഹീമോഗ്ലോബിനെയാണ് നമ്മൾ HbS എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻ ദി ഓക്സിജനേറ്റഡ് സ്റ്റേജ് ഒരു കൺഫോർമേഷണൽ ചേഞ്ച് HbSന് സംഭവിച്ചിട്ട് ആൻഡ് ദ സെൽ ബിക്കം മോർ റിജിഡ് ആൻഡ് ഇറ്റ് ട്രാൻസ്ഫോംസ് ഇൻ ടു സിക്കിൾ ഷേപ്പ് ആൻഡ് അണ്ടർഗോ ഇൻട്രാവാസ്കുലർ ഹീമോലൈസിസ്. ആൻഡ് ഇറ്റ് ഈസ് കോമൺലി ഡയഗ്നോസ്ഡ് ബൈ സിക്കിളിംഗ് ടെസ്റ്റ്, ഹീമോഗ്ലോബിൻ സോലിബിലിറ്റി ടെസ്റ്റ്, ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ്. പിന്നെ ഇവിടെയും hyposplenicism is usually associated, and anemia is usually a normochromic normocyte. Next is thalassemia. Alpha thalassemia ഉണ്ട്, ബീറ്റ thalassemia ഉണ്ട്. ആസ് യു നോ എന്താണ് തലസീമിയ? ഹീമോഗ്ലോബിൻ്റെ ഒന്നിൽ കൂടുതലോ ഹീമോഗ്ലോബിൻ പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ സിന്തസിസ് ഓർ പ്രൊഡക്ഷൻ കുറയുന്നതാണ്. അപ്പോൾ അത് ഏത് ചെയിനിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നനുസരിച്ച് അത് ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, അതുപോലെ ബീറ്റ തന്നെ മേജറും മൈനറും ഉണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അനീമിയ. ഇപ്പം നമ്മൾ കോയാഗുലേഷൻ പറഞ്ഞു, ഫൈബ്രിനോലൈസിസ് പറഞ്ഞു, ഹീമോഫീലിയനെ പറ്റി പഠിക്കണം എന്ന് പറഞ്ഞു, ആൻഡ് ഇപ്പം അനീമിയ പഠിച്ചു, കുറച്ച് ടൈപ്പ് ഓഫ് അനീമിയ പഠിച്ചു. ഇനി നമ്മൾ എരിത്രോപോയിസിസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ എരിത്രോപോയിസിസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. മെയിനായിട്ടും അതിൻ്റെ സൈറ്റ്, സ്റ്റേജസ്, ഡ്യൂറേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻ. സോ സൈറ്റ് എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ലൈഫിൽ ഒരു സെറ്റ് സൈക്കിളും ഒരു സെറ്റ് സ്റ്റേജും ആൻഡ് ആഫ്റ്റർ ബർത്ത് വേറൊരു സെറ്റ് സ്റ്റേജുമാണ് ഉള്ളത്. ആൻഡ് ഇൻട്രാ യൂട്രൈൻ ലൈഫിൽ ഫസ്റ്റ് ഉണ്ടാവുന്നത് യോഗ് സൈക്കിളാണ്, ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് കോൾഡ് എ മീസോബ്ലാസ്റ്റിക് സ്റ്റേജ് ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രാവാസ്കുലർ. ദെൻ ലിവർ ആൻഡ് സ്പ്ലീൻ, and this stage is known as hepatic stage during the 5th week of gestation. And bone marrow medullary stage, and ഇത് 5th മന്തിനാണുള്ളത്. അപ്പോൾ മീസോബ്ലാസ്റ്റിക് സ്റ്റേജ്, ഹെപ്പാറ്റിക് സ്റ്റേജ്, മെഡുലറി സ്റ്റേജ്. ഫസ്റ്റ് ഇനിഷ്യലി ഓക്സാക്കിലാണ്, അതിനുശേഷമാണ് ഹെപ്പാറ്റിക് സ്റ്റേജ് ഇൻ ദ 5th വീക്ക് ആൻഡ് മെഡുലറി സ്റ്റേജ് ഇൻ ദ 5th മന്ത്. ആഫ്റ്റർ ബർത്ത് കംപ്ലീറ്റ്ലി ബോൺ മാരോയിലാണ്. ടിൽ അഡോളസെൻസ് bone marrow cavities of all bones are involved in erythropoiesis, after which erythropoiesis regresses in the limb bones. After the age of 20 to 30 years, erythropoiesis is mostly limited to the sternum, ribs, vertebrae, skull, pelvic and pectoral girdles. Okay. ഇനി ഓരോ സ്റ്റേജാണ്. ആ സ്റ്റേജ് ഓഫ് എറിത്രോപോയിസിസിൽ വരുന്ന മേജർ സെല്ലുലാർ ചേഞ്ചസ് ആണ്. ഒന്നാമത്
ഡിക്രീസ് ഇൻ ദ സെൽ സൈസ്. ഓരോ സ്റ്റേജിലും ഗ്രാജുവൽ ഡിക്രീസ് ഉണ്ടാകും. രണ്ടാമത്തത് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയോലൈ ഡിക്രീസസ്. Third one, chromatic material condenses and the nucleus disappears. Then staining of the cytoplasm, basophilic, polychromatophilic. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെം സെൽസ് ആണ്. പ്ലൂറിപ്പൊട്ടൻ്റ് സ്റ്റെം സെൽസ് ആൻഡ് കമ്മിറ്റഡ് സ്റ്റെം സെൽസ്. Pluripotent stem cells are the mother stem cells that form the stem cells എന്നാണ് പറയുന്നത്. ആൻഡ് 2 യുണീക്ക് പ്രോപ്പർട്ടീസ് ആണ് അവർക്കുള്ളത്. സെൽഫ് റിന്യൂവൽ ആൻഡ് സെൽഫ് ഡിഫറൻസിയേഷൻ. ഇങ്ങനെ 2 പ്രോപ്പർട്ടീസാണ് അവർക്ക് പറയുന്നത്. And they also have the property to develop into subsequent progenitor cells. Next is committed stem cells. These cells develop from the pluripotent stem cells. They are specific to categories of stem cells. Myeloid stem cells, erythroid stem cells ഉണ്ട്. Myeloid stem cells form the erythroid series and erythroid stem cells give rise to progenitors for erythroid cell lines. 2 മെയിൻ progenitor cells ആണുള്ളത്, BFUE and CFUE. BFUE are burst forming units, erythroid progenitor cells. These give rise to large number of CFU erythroid cells. CFUE are colony forming units. അവരെന്താ ചെയ്യുന്നത്? ഫോംസ് ദ ബ്ലാസ്റ്റ് സെൽസ് ലൈക്ക് എറിത്രോബ്ലാസ്റ്റ്. അവർ എറിത്രോബ്ലാസ്റ്റ് സെൽസ് ഫോം ചെയ്യും. അപ്പോൾ BFUE ഫോംസ് CFUE വിച്ച് ഇൻ ടേൺ ഫോംസ് ദി ബ്ലാസ്റ്റ് സെൽസ്. നമുക്ക് ഓരോ പ്രീകഴ്സർ സെൽസിനെ പറ്റി നോക്കാം. പ്രോനോർമോബ്ലാസ്റ്റ്, ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കുക. ഒരുപാട് എഴുതണ്ട, ജസ്റ്റ് കീ പോയിൻറ്റ്സ് മാത്രം നോക്കുക. സോ ദീസ് ആർ ദ ഫസ്റ്റ് ബ്ലാസ്റ്റ് സെൽസ് ടു അപ്പിയർ ഇൻ ദി ബോൺ മാരോ ആൻഡ് ഫസ്റ്റ് ഐഡൻറ്റിഫയബിൾ സെൽസ് ഓഫ് ദ എറിത്രോയിഡ് സീരീസ്. ലാർജ് സെല്ലാണ്, ഹാവിങ് എ ഡയമീറ്റർ ഓഫ് 15 to 20 മൈക്രോമീറ്റർ. സെൽ ഈസ് ഇറഗുലർലി റൗണ്ടഡ് ഓർ സ്ലൈറ്റ്ലി ഓവൽ. അടുത്ത പോയിൻ്റാണ് സൈറ്റോപ്ലാസം ഈസ് ലെസ് ഇൻ എമൗണ്ട് ആൻഡ് ദ nucleus is large and occupies 80% of the cells. Multiple nucleoli present. Mitosis is present. Hemoglobin is not synthesized. ഇതാണ് pronormoblast. Okay. Then basophilic erythroblast or early normoblast. ഇവിടെ കുറച്ചും കൂടെ സെൽ സൈസ് ഡിക്രീസ് ആയിട്ടുണ്ട്. 12 to 18 or 15 to 18 micrometer diameter. Cells exhibit active mitosis. Cytoplasm is sandy, deep blue and basophilic. Nucleus is large and occupies 3/4 of the cell area. Nucleus is composed of dark violet heterochromatic clumps. Hemoglobin appears first ടൈം ഇൻ ദീസ് സെൽസ്. അപ്പോൾ ബേസോഫിലിക് എരിത്രോബ്ലാസ്റ്റിൻ്റെത് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർലി ഫസ്റ്റ് എരിത്രോബ്ലാസ്റ്റ് ടു അപ്പിയർ ഇൻ ദ ബോൺ മാരോ ആൻഡ് ഇറ്റ് ഈസ് ഹീമോഗ്ലോബിൻ ഫസ്റ്റ് സിന്തസിസ് ചെയ്യുന്നതും ഇവിടെയാണ്. അടുത്തത് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് ആണ്. ഇവിടെ സെൽ സൈസ് കുറച്ചും കൂടെ കുറഞ്ഞു, എബൌട്ട് 10 to 15 മൈക്രോമീറ്റർ ഡയമീറ്ററായി. ദെൻ സൈറ്റോപ്ലാസത്തിൻ്റെ കളർ ബ്ലൂ ടു പിങ്ക് കളർ ഡ്യൂ ടു ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ഒരു പിങ്ക് കളറായിട്ട് വന്നു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ എസ് പോളിക്രോമാറ്റിക്. ദെൻ പിന്നെന്താ, മൈറ്റോസിസിൻ്റെ ആക്ടിവിറ്റി മൈറ്റോസിസ് കുറഞ്ഞ് സ്ലഗിഷായി വരികയാണ്. ന്യൂക്ലിയോലൈ ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഹീമോഗ്ലോബിൻ സിന്തസിസ് കൂടി വരുന്നത്. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഈസ് ലേറ്റ് നോർമോബ്ലാസ്റ്റ് ഓർ ഓർത്തോക്രോമാറ്റിക് എരിത്രോബ്ലാസ്റ്റ്. ഇവിടെ സെൽ സൈസ് വീണ്ടും കുറഞ്ഞു, 7 to 12 മൈക്രോമീറ്റർ. ഇറ്റ്സ് ഡീപ്ലി യോസ്നോഫിലിക് cytoplasm giving the appearance of an orthochromatic cell. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്. ന്യൂക്ലിയസ് ഈസ് സ്മോൾ ഇൻ ദി ബിഗിനിങ്. ഹീമോഗ്ലോബിൻ സിന്തസിസ് ഇൻക്രീസസ് and completes in the stage.
അടുത്തത് മെച്യൂർ സെൽസ് ആവുകയാണ്. അതായത് റെറ്റിക്കുലോസൈറ്റ്സ് ആൻഡ് എരിത്രോസൈറ്റ്. റെറ്റിക്കുലോസൈറ്റ് എന്ന് പറയുമ്പോൾ കമ്പയറിങ് ടു റെഡ് സെൽസ് ഓർ എരിത്രോസൈറ്റ് കുറച്ചും കൂടെ വലുതാണ്. അബൌട്ട് 7 to 10 മൈക്രോമീറ്റർ വരെയൊക്കെ വേരി ചെയ്യാം. സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദ റെഡ് സെൽസ്. ദെൻ ഹീമോഗ്ലോബിൻ സിന്തസിസ് may extend it to some more time. And ഓക്കെ, ഇതിനെ ജുവനൈൽ റെഡ് സെൽസ് എന്നാണ് വിളിക്കുന്നത്. എരിത്രോസൈറ്റ്സ് ആർ ദ ഫൈനൽ സെൽസ് ഇൻ ദ എരിത്രോപോയിസിസ്. ദേ ആർ ബൈകോൺകേവ് ഡിസ്ക്, ഡയമീറ്റർ ഓഫ് 7.5 മൈക്രോമീറ്റർ. ഇതിൻ്റെ ഡ്യൂറേഷൻ പറയുമ്പോൾ ഇപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കേണ്ടത്. പ്ലൂറിപ്പൊട്ടൻ്റ് സ്റ്റെം സെൽ, കമ്മിറ്റഡ് സ്റ്റെം സെൽ, BFUE ആൻഡ് CFUE, പ്രോനോർമോബ്ലാസ്റ്റ്, ബേസോഫിലിക് എരിത്രോബ്ലാസ്റ്റ്, polychromatic erythroblast, orthochromatic erythroblast, reticulocyte and last erythrocyte. The duration 7 to 9 days ആണ്. progenitor cells reticulocyte ആവാൻ 5 to 7 days, reticulocyte red cells ആവാൻ 2 days. അങ്ങനെ ടോട്ടൽ നമ്മൾ 7 to 9 days ആണ് പറയുന്നത്. റെഗുലേഷൻ ഓഫ് എറിത്രോപോയിസിസ് ഫങ്ഷണൽ ഫീഡ്ബാക്കും ഉണ്ട്, എൻഡ് പ്രോഡക്റ്റ് ഫീഡ്ബാക്കും ഉണ്ട്. ഫങ്ഷണൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? റെഡ് സെൽസിൻ്റെ ഫങ്ഷൻ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് മെയിൻ ഫങ്ഷൻ. സോ ഓക്സിജൻ റിക്വയർമെൻറ്റ് ഓഫ് ദിസ് ടിഷ്യൂസ് അനുസരിച്ചിട്ട് നമ്മൾ റെഡ് സെൽ പ്രൊഡക്ഷൻ കൂട്ടുന്നു, കുറയ്ക്കുന്നു. അതാണ് ഫങ്ഷണൽ ഫീഡ്ബാക്ക്. ആൻഡ് എൻഡ് പ്രോഡക്റ്റ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് റെഡ് സെൽ ഡിസ്ട്രക്ഷൻ വഴി ഉണ്ടാകുന്ന എൻഡ് പ്രോഡക്ട്സ് ഹാവ് സം ഇൻഫ്ലുവൻസ് ഓൺ ദി റെഗുലേഷൻ ഓഫ് ദി റെഡ് സെൽസ്. ആൻഡ് മെയിൻ ഇതാണ് ഹെമിൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻഡ് പ്രൊഡക്റ്റ്. ഓക്കെ, അത് രണ്ടുമാണുള്ളത്. ആൻഡ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു എരിത്രോപോയിസിസ്, ഹോർമോണൽ ഉണ്ട്, ഡയറ്ററി ഉണ്ട്, അതർ ഫാക്ടേഴ്സ് ഉണ്ട്. ഹോർമോണലിൽ വരുന്നതാണ് നമ്മുടെ എരിത്രോപോയറ്റിൻ. അപ്പോൾ എരിത്രോപോയറ്റിൻ ഉണ്ട്, ആൻഡ്രോജൻസ്. എരിത്രോപോയറ്റിൻ ഇൻക്രീസസ് റെഡ് സെൽ പ്രൊഡക്ഷൻ, ആൻഡ്രോജൻസും കൂട്ടും. ഈസ്ട്രജൻ വിൽ ഇൻഹിബിറ്റ് റെഡ് സെൽ പ്രൊഡക്ഷൻ. Thyroxine, corticoids, that all growth hormone will increase the red cell production except estrogen. It will inhibit the red cell production. Erythropoietin ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും ദെൻ ഫങ്ഷൻസ് നോക്കണം. അത് സെൽ ലെങ്ത് കുറച്ചിട്ട് പെട്ടെന്ന് എറിത്രോപോയിസിസ് നടത്തുന്നു. ആൻഡ് പ്രീകോസർ സെൽസിൽ ആക്ട് ചെയ്യുന്നു. റെറ്റിക്കുലോസൈറ്റ് പെട്ടെന്ന് റെഡ് സെൽസ് ആവാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ 5-6 ഫങ്ഷൻസ് ഉണ്ട്, അതിത്രയും നോക്കണം. ആൻഡ് പിന്നുള്ളത് അത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്രം ജെക്സ്ട്രാ ഗ്ലോമറുലസ് സെൽസ് ആൻഡ് എക്സ്ട്രാ ഗ്ലോമറുലസ് mesangial cells of the kidney. And kidney secretes about 85% of the erythropoietin, but rest is from the liver. Non-parenchymal cells like Kupffer cells. Then and the functions നോക്കണം. Then some factors that increase the erythropoietin release like hypoxia, then എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, അനീമിയ, ലോ ബ്ലഡ് വോളിയം, അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ഇൻക്രീസസ് എറിത്രോപോയറ്റിൻ പ്രൊഡക്ഷൻ. വൈൽ സം അതർ ഫാക്ടേഴ്സ് ലൈക്ക് ഈസ്ട്രജൻ, അഡ്നോസിൻ ആൻറ്റഗോണിസ്റ്റ് ഡിക്രീസസ് എറിത്രോപോയറ്റിൻ പ്രൊഡക്ഷൻ. പിന്നെ ഉള്ളതാണ് ഡയറ്ററി ഫാക്ടേഴ്സ് ദാറ്റ് കൺട്രോൾ എറിത്രോപോയിസിസ്. വിറ്റാമിൻ B12, ഫോളിക് ആസിഡ് ആൻഡ് അയൺ ഈസ് നെസസറി ഫോർ റെഡ് സെൽ ആൻഡ് hemoglobin production. Vitamin C is necessary for the absorption of iron. Then minerals like calcium is necessary. Calcium and cobalt influence hemoglobin formation. Then proteins are also necessary for the synthesis of globin, part of the hemoglobin. Then last are in other factors. Intrinsic factors are that are released by the oxyntic cells of the stomach along with the hydrochloric acid is necessary for the absorption of
വിറ്റാമിൻ B12. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈപ്പോക്സിയ ഒക്കെ അഫക്റ്റ് ചെയ്യും. ആൻഡ് സം ഡ്രഗ്സ് ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് വാസോ കൺസ്ട്രിക്ടർ agents like catecholamines, nucleotides like cyclic AMP, NAD, NADP, products of red cell destruction, cobalt, thyroxine stimulate erythropoiesis. So these are all about erythropoiesis. അപ്പോൾ അനീമിയയിൽ അതിൻ്റെ മേജർ ക്ലാസിഫിക്കേഷൻസ് പിന്നെ കോമൺ അനീമിയാസിനെ പറ്റിയിട്ടും പഠിച്ചിരിക്കണം. എറിത്രോപോയിസിസിൽ അതിൻ്റെ സ്റ്റേജ് പടം വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഓരോ സ്റ്റേജിൻ്റെയും ഫീച്ചേഴ്സ് പിരിഞ്ഞു പോകരുത്, അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഓർത്തിരിക്കണം. പിന്നെ അതിൻ്റെ സൈറ്റിൻ്റെ പ്രത്യേകതയും ലാസ്റ്റ് എറിത്രോപോയിസിസ് റെഗുലേറ്റിംഗ് ഫാക്ടേഴ്സും അതുപോലെ എറിത്രോപോയിറ്റിനെ പറ്റിയിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.